ഇവർ വിവാഹിതരായാൽ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും പൂജയ്ക്ക് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഭൂമികയുടെ ഒരു സപ്പോർട്ട് തന്നെയാണ്. എന്തായാലും സഫാക്കി മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ഭൂമിക. ആ വീട്ടിൽ വന്നതും വീട്ടുകാര്യങ്ങൾ നോക്കുന്നതും എല്ലാത്തിലും വലിയ പക്വതയുള്ള കുട്ടിയാണെന്ന് അത് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവുമാണ്. എന്നാൽ അത് ഭവാനിക്ക് ഒട്ടും ഇഷ്ടവുമില്ല താനും. അങ്ങനെ ആ വീട്ടിൽ പൂജ നടക്കുന്ന സമയത്ത് വരികയാണ് ഭൂമിക. വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും സന്തോഷം കൊണ്ട് എല്ലാവരും എതിരേൽക്കുകയും ചെയ്യുന്നുണ്ട്. സൗഭാഗ്യ മുത്തശ്ശി സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭവാനിക്ക് ദേഷ്യം കൊണ്ട് ഇരിക്കാൻ വയ്യായിരുന്നു. ആ സമയത്ത് അജയും അവിടെ നിൽപ്പുണ്ട്. അവിടെയാണെങ്കിൽ ഇരിക്കുമ്പോഴത്തേക്കും അഞ്ജന അവിടെ വന്ന് അവരുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. ഇത് ഭവാനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്തായാലും ആ കല്യാണം നടത്തുക എന്നുള്ള തീരുമാനം സൗഭാഗ്യ മുത്തശ്ശി എടുത്തതോടെ ഭവാനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അവനിന്ന് അടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അഞ്ജന പോയി ഇരിക്കുകയും സെൽഫി എടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല അജയ്ക്ക്. അങ്ങനെ തന്നെയാണ് ഭൂമിക അവിടേക്ക് വരുന്നതും പൂജാ സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് വരുന്നത് കണ്ട് ജോലിക്കാരിയെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിന്ന ഭവാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് അച്യുതനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഭവാനി ഏർപ്പാട് ചെയ്ത ആൾ വന്ന് പുറത്ത് കോൾ ചെയ്യുകയായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഭവാനി പറയുന്നത്, എന്തായാലും അവളിവിടെ വന്നിട്ടുണ്ട്, എനിക്കൊരു സംശയമുണ്ട്. അന്ന് ഇവിടെ ഞാൻ കൊല്ലാൻ ഏൽപ്പിച്ച ആ കുളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതാണ് ഇത്ര ഒരു ഇവിടുത്തെ അധികാരവും അതുപോലെ തന്നെ ഞാൻ സ്വപ്നവും കാണുകയും ചെയ്തു. അജയും ആ ഭൂമിയും കൂടെ കല്യാണം കഴിക്കുന്നതായിട്ട് ഇതുകൊണ്ട് നെട്ടി ഉണരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവളെ കാണുമ്പോൾ തന്നെ പേടിയാ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തായാലും ഭൂമിക വീട്ടിൽ നിന്ന് മറന്നു വെച്ചിട്ട് പോയ പായസം കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് അച്യുതനാണെങ്കിൽ ഇങ്ങനെ ആ ഒരു വലിയ വീടിൻ്റെ ഫ്രണ്ടിലെത്തി വീട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നടന്ന് വരികയായിരുന്നു. ആ സമയത്താണ് നടന്ന് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഭവാനിയെ കാണുന്ന ഇടവരുന്നത്. എന്നാൽ ആ സമയത്ത് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് അവിടെ ആരാ ഈ പൂജയ്ക്ക് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സൗഭാഗ്യ മുത്തശ്ശി. അപ്പോഴത്തേക്കും പറയുക ഭൂമികയുടെ അച്ഛനെന്ന് പറയുകയും നല്ല ഒരു സ്വീകരണം കൊടുക്കുകയും എല്ലാ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്യുതനാണെങ്കിൽ എന്തായാലും ഭൂമിയെ കാണുകയും ചെയ്യുന്നില്ല. ഭൂമികയാണെങ്കിൽ അച്ഛനെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു വഴിക്ക് അവരെ ഒളിച്ച് തന്നെ ഭവാനിയെ ഒളിച്ച് അച്യുതൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഫോൺ ഭവാനിയെ വിളിച്ചുകൊണ്ടിരുന്ന ആൾ വന്ന് നിൽക്കുകയും അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ച് അച്യുതനെ കാണാൻ ഇടയായതും അതുപോലെ തന്നെ അവളോട് താമസിക്കുന്ന ആ കുട്ടി ഭൂമികയാണെന്ന് സംശയമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്ന് പറയുന്നത് അച്യുതൻ കേട്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കേട്ടുകൊണ്ട് നിന്ന സമയത്ത് പെട്ടെന്ന് ശബ്ദം കേൾക്കുകയും അങ്ങനെ അച്യുതൻ വീണ്ടും വീട്ടിലെ ആ സൈഡിൽ ഒളിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെ അടുത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും പേടിച്ചിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭാഗ്യം കൊണ്ട് കാണുന്നില്ല അച്യുതനെ. അങ്ങനെ അയാളെ പറഞ്ഞു അയച്ചിട്ട് ഭവാനി അകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് അച്യുതനാണെങ്കിൽ പതുക്കെ അകത്തോട്ട് പോകുമ്പോഴത്തേക്കും പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭവാനിയാണെങ്കിൽ അച്യുതനെ കാണാനിടവരുകയും ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും അപ്പോൾ മനസ്സിലായി എന്തോ ഒരു കള്ളത്തരം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുകയും ഇതാലോചിച്ച് അവിടെ പോയി പൂജയ്ക്ക് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഭവാനി. ഈ സമയത്ത് അജയെ വിളിക്കുകയും ചെയ്യുന്നത് കൂടെ അഞ്ജനയും കൂടെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരും വന്ന് അഞ്ജനയും എല്ലാവരും വന്ന് തിരി കത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. ഈ സമയത്ത് അവിടെ വിളക്ക് കത്തിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അഞ്ജന കത്തിക്കുന്ന സമയത്ത് കൈയാണെങ്കിൽ ഒന്ന് വിളക്കിന്ന് വിട്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഫോൺ കോൾ വന്നപ്പോഴത്തേക്കും. എന്നാൽ അവിടെ പെട്ടെന്ന് തന്നെ അടുത്തുനിന്ന ഭൂമിക ആ വിളക്ക് എടുക്കുകയും രണ്ടുപേരും കൂടെ വിളക്ക് കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട്
ഉടനെ തന്നെ ഭവാനി ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ ഒരു വീട്ടിൽ പലഹാരക്കാരി ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ആൾ ഇവിടെ നിനക്ക് കാര്യം? നീ എന്തിനാ ഇവിടെ കയറിയത്? നിനക്ക് ആരാ ഇത്ര സ്വാതന്ത്ര്യം തന്നത്? നിനക്ക് ഇവിടെ വീട്ടിൽ അധീരം കാണിക്കാൻ തുടങ്ങിയെന്നൊക്കെ ചോദിച്ച് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അജയ്യാണെങ്കിൽ ഇത് കണ്ടിട്ട് സങ്കടം തോന്നുകയും ചെയ്യുന്നുണ്ട്. സൗഭാഗ്യ മുത്തശ്ശി പറയുക, എന്തായാലും അവളെ കുറിച്ച് പറയേണ്ട കാര്യം നിനക്കില്ല, അവളെ നീ ഒന്നും പറഞ്ഞു പോവല്ലേ എന്നും പറയുന്നുണ്ട്. ആ സമയത്ത് സംഗീത പറയുകയും ചെയ്യുന്നുണ്ട്, അവരെ ഒന്നും പറയണ്ട, എന്തായാലും ആ കുട്ടി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വന്ന് അറിഞ്ഞ് ചെയ്യുന്നതാ, നമ്മുടെ അടുത്ത് നല്ല കാര്യമുള്ളതാ, എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഭവാനിയെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അജയ് പറയുന്നുണ്ട്, ഓരോ കാര്യത്തിലും എല്ലാത്തിനും ഇത്രയും സപ്പോർട്ട് ചെയ്തില്ലേ അവൾ, എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചത് ഭവാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അകത്തേക്ക് അടുക്കളയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിന്ന ഭൂമികയുടെ അടുത്തേക്ക് അഞ്ജന പോകുന്നുണ്ട്. പോയി പറയുക, നീ ആരാടി ഇത്ര അധികാരം തന്നെ, നീ എന്തിനാ വിളക്ക് കത്തിക്കാൻ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഭൂമിക പറയുക, അത് തറയിൽ വീണെങ്കിൽ വീഴുമായിരുന്നു, നീ എന്തിനാ പിടിക്കാൻ വന്നത്, നീ എന്തിനാ കൂടെ അജിയുടെ കൂടെ വിളക്ക് കത്തിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട്, നിന്നെ എങ്ങനെയാണോ നിന്നെ അച്ഛൻ വളർത്തി വിട്ട്, നിനക്ക് അച്ഛനുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഉടനെ തന്നെ ഭൂമിക അഞ്ജനയെ അടിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന അജയ് പറയുക, ഇത് ആവശ്യം തന്നെ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. തന്നെ പറഞ്ഞവരെ വെറുതെ വിടില്ല, ആ സ്വഭാവമല്ല ഭൂമികയ്ക്കുള്ളത് എന്ന് അജയ്ക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ദേഷ്യത്തിന് ഒരു കാര്യവും ചെയ്യുന്നുണ്ട്. സൗഭാഗ്യ മുത്തശ്ശി അങ്ങനെ പൂജയ്ക്ക് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്തായിരുന്നു അവിടെ അഞ്ജന കുടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ഇത് കണ്ടതും മുത്തശ്ശിക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. ഈ വീട്ടിൽ ഇങ്ങനത്തെ സ്വഭാവമുള്ള പെൺപിള്ളേരും ഉണ്ടോ? ഇതെന്ന് തുടങ്ങിയത് ഈ ശീലം? ഞാനാണെങ്കിൽ മോന് വേണ്ടി ആലോചിച്ചത് പെണ്ണ് ശരിയല്ല, ഈ കല്യാണം നടത്തണമെന്ന് വരെ എനിക്കിപ്പോൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഭവാനി പറയുക, അത് അവൾക്ക് എന്തോ ഒരു തെറ്റ് പറ്റിക്കാണും, അല്ല ഞാനാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട് അഞ്ജന. ഇത് കേട്ടതും മുത്തശ്ശി പറയുക, ഇല്ല, എനിക്ക് ഈ കല്യാണത്തിന് ആലോചിച്ചെടുക്കാനേ പറ്റുള്ളൂ, ഇങ്ങനെ ഒരു കുട്ടിയെ നമുക്ക് കുടുംബം നോക്കാൻ വേണ്ടി കഴിയില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും, അതുകൊണ്ട് ഇത് ആലോചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഭവാനിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അങ്ങനെ അഞ്ജന അടുത്ത് പോയി ചോദിക്കുക, എന്താ നീ കാണിച്ചത്, ഇങ്ങനെയൊക്കെ കാണിക്കാവോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പറയുക, എനിക്ക് ഇന്നലത്തെ കാര്യത്തിൽ ഭയങ്കര വിഷമം തോന്നി, എനിക്ക് അതുകൊണ്ടാണ് ഞാൻ കുടിച്ചു പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കത് മനസ്സിലാവാം, പക്ഷേ ഇവിടുത്തെ ആ ഒരു ആചാരങ്ങൾ അനുസരിച്ച് ഇതൊന്നും പറ്റിയതല്ല കുടുംബത്തിൽ, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, നീ ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഭവാനി പറയുന്നത് കേട്ടിട്ട് സൗഭാഗ്യ മുത്തശ്ശി പറയുക, നീയായിരുന്നു ഇവളെ ഇല്ലാതാക്കിയത്, ഈ സ്വഭാവം എന്ന് തുടങ്ങിയതാ, ഇപ്പോൾ ഞാൻ വന്നതിൽ കാണാൻ പറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ കുടുംബത്തിലെ സത്യസന്ധതയും അതുപോലെ തന്നെ കാര്യപ്രാപ്തിയുള്ള ഒരു മരുമകളെയാണ് ഞങ്ങൾക്കിവിടെ ആവശ്യം, അല്ലാതെ ഇങ്ങനെ ഏത് കാര്യത്തിനും കുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പെണ്ണിനെ നമുക്ക് ഇവിടെ ആവശ്യമില്ല, അതുകൊണ്ട് എനിക്കിത് നടത്താൻ പ്രയാസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഭവാനി പറയുക, എന്തായാലും ഇങ്ങനെയൊന്നും പറയരുത്, ഒരു തെറ്റ് പറ്റിപ്പോയതാ, ഇതിനെക്കുറിച്ച് കല്യാണം മുടക്കിയൊന്നും ചെയ്യരുത്, അവളാണെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ടതാ എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര സ്വപ്നം കണ്ടിരുന്നാലും നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനമാണ് നമുക്ക് വലുത്, അല്ലാതെ ഇങ്ങനെ കുടിച്ചിട്ട് നടക്കുന്ന ഒരു പെണ്ണല്ല നമുക്ക് ആവശ്യം, ഭൂമിയെ പോലുള്ള ഒരു നല്ല ഒരു കാര്യപ്രാപ്തിയുള്ള ഒരു കുട്ടിയാണ് നമുക്ക് ആവശ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഭവാനി പറയുക, എന്ത് പറഞ്ഞാലും ആ ഒരു ചായക്കട നടത്തുന്ന അവളെ കാര്യം മാത്രം പറഞ്ഞോളൂ, ഭൂമിക്ക് അവൾ ആരാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അത് നിനക്ക് മനസ്സിലാവില്ല, ആ കൊച്ചിൻ്റെ സ്വഭാവം എല്ലാം ഒത്തിണങ്ങിയ കുട്ടിയാത്, അത് മനസ്സിലാക്കാൻ വേണ്ടി നിനക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാൾ നിനക്ക് കഴിഞ്ഞില്ലല്ലോ, അതുപോലെ കണ്ടുപഠിക്കാൻ പറയും നിൻ്റെ മോളെടുത്ത് എന്ന് പറയുന്നുണ്ട്. സത്യദാസിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു ഭൂമിക്ക്. അങ്ങനെ ആ റൂമിൽ പെട്ടെന്ന് തന്നെ അച്യുതനെ ഫോൺ വിളിക്കാൻ വേണ്ടി കയറുമ്പോഴത്തേക്ക് ആ മുറിയിലെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ കണ്ടിട്ട് അവിടെ നിന്ന് നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട്
സത്യദാസ് ചോദിക്കുന്നുണ്ട്. എന്താ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ് ഇല്ല, ഞാനാണെങ്കിൽ വെറുതെ ഇതുവഴി നടന്നപ്പോഴത്തേക്ക് ഈ ഫോട്ടോ കണ്ട് നിന്ന് പോയതാ. അത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ ഭാര്യയും മകളുമാണ്. അത് മിസ്സിങ് ആണ്. ഇത്രയും നാൾ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇനിയും ഞാൻ കാത്തിരിക്കും. എവിടെയാണെന്ന് ഇതുവരെ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സങ്കടത്തോടെ ഭൂമിക നിൽക്കുന്നുണ്ട്. എന്തായാലും അവർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഞാനിവിടെ കയറിയതിന് എൻ്റെ അടുത്തൊന്നും തോന്നരുത്. അതിനെന്താ, ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഞങ്ങളുടെ മോളെ സ്ഥാനം തന്നെയാണ് മോൾക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് മോൾ വിഷമിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിൽക്കിയ ഭവാനി, ഇവള് വീട്ടിലെ അകത്ത് റൂമിൽ വരെ കയറാറായോ? ഇവൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്തത് ആ അമ്മയാ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സൗഭാഗ്യ മുത്തശ്ശി പറയുക, എന്താ അവളിവിടെ നിന്നാൽ അവളിവിടെ നിൽക്കട്ടെ, അവൾക്ക് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നല്ലൊരു കുട്ടിയാണ്. ഇനി അവളെ ഞാൻ കേൾക്കുകയോ ഇനി ഒരിക്കലും അവളെ വഴക്ക് പറയുന്നത് ഞാൻ കേൾക്കരുത് എന്ന് പറയുന്നുണ്ട് ഭവാനിയുടെ അടുത്ത്. എന്നാൽ സംശയം തോന്നി അച്യുതൻ്റെ കാര്യത്തെക്കുറിച്ച് ഭയങ്കര വേവലാതിപ്പെട്ട് നടക്കുകയാണ് ഭവാനി. എന്ത് കാര്യമെന്ന് അറിയാതെ തന്നെയാ അഞ്ജനയും കൂടെ നിൽപ്പുണ്ട്. അഞ്ജനയ്ക്കാണെങ്കിൽ അജയെ ഭയങ്കര ഇഷ്ടമുള്ളതും കല്യാണം എന്ന് നടക്കുമെന്ന് ആലോചിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊരു തടസ്സം വന്നതിന് എല്ലാവരും പ്രയാസപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്വഭാവത്തെക്കുറിച്ചും അതുപോലെ തന്നെ നല്ല സ്നേഹമുള്ള കുട്ടിയാണെന്ന് ഭൂമിയെക്കുറിച്ചും പറയുന്നത് കേൾക്കുമ്പോൾ